ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോഹോളിക് 390. നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ കുഞ്ഞുവിൻ്റെ മാമൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. ഓക്കെ, ഫ്ലാറ്റിലാണ്. നമ്മളിവിടെ നിന്ന് പോകുന്നത് നേരെ കുത്തബ് മിനാറും പിന്നെ അതേപോലെ എവിടേക്കാണ് ഇന്ത്യ ഗേറ്റും. ഇത് രണ്ടും കാണാനും നമ്മൾ ഇന്നത്തെ യാത്ര. സോ ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഹെഡ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ അങ്ങോട്ടാണ്. ഓക്കെ, ഇന്ത്യ ഗേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുത്തബ് മിനാർ പോകും. ഓക്കെ, അപ്പോൾ ഈ കുത്തബ് മിനാറും ഇന്ത്യ ഗേറ്റിന് സെയിം രണ്ട് വീഡിയോയും ഈ ഒറ്റ വീഡിയോ തന്നെ ഉണ്ടായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഈ റോട്ടിലത്തെ POV കാണിച്ചിട്ട് കാര്യമില്ല ഗൈസ്. ഡൽഹി നോക്കിയേ, വണ്ടി അനങ്ങില്ല. ഫുൾ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ബ്ലോക്കാ. ഒന്നും കാണാനല്ലേ, വണ്ടികളുടെ മൂടല്ലാണ്ട് നിങ്ങൾക്ക് ഒന്നും കാണാൻ കഴിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ നിയർ ബൈ എത്തിയിട്ട് ഞാൻ വീഡിയോ ഓൺ ആക്കി തരാം. ഓക്കെ ഓക്കെ, ബൈ. സേഫ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്പോട്ടിൽ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് നടക്കാം ഗൈസ്. ഇവിടെ വരുമ്പോൾ ഈ സംഭവം ശ്രദ്ധിച്ചോട്ടോ, അല്ലെങ്കിൽ നമ്മൾ റൗണ്ടിന് ചുറ്റും കിടന്നങ്ങ് നടക്കും. ഓക്കെ, ആദ്യം ഇന്ത്യ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസ് വഴി മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഈ സംഭവം നോക്കിയേ, ക്ലീനൊന്നല്ല വാട്ടർ, പക്ഷെ കുഴപ്പമില്ല, കാണുമ്പോൾ ഭംഗിയുണ്ട്. ഓ, വെള്ളത്തിൻ്റെ കളർ നോക്കി എൻ്റെ കുഞ്ചോ, എന്തുട്ടപ്പത്. ആ ശരിയാ. സംഭവം നോക്കിയേ, സംഭവം ഇതിനുള്ളൊന്നുമില്ല കേട്ടോ. കുറേ വേസ്റ്റ് ഉണ്ട് എന്നല്ലാണ്ട് ഫിഷോ സാധനങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ചുമ്മാ ഒരു വെള്ളം, ഇത്രേ ഉള്ളൂ. ഏയ് ആഴമൊന്നുമില്ല, പക്ഷെ വൃത്തിയില്ല. അതിവിടെ എവിടെയില്ല ഗൈസ്. ഡൽഹിയിൽ വൃത്തി എന്ന് പറയണ ഒരു സംഭവം ഇല്ല ഗൈസ്. എല്ലായിടത്തും ഭയങ്കര വൃത്തികേടായിട്ടാണ് കിടക്കണേ. ബ്രോ, ഹൗ ക്യാൻ ഐ ഗോ ദേർ? വെർ ഇസ് അണ്ടർപാസ്? ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ വേണം. ഫോട്ടോ है ना? हाँ, फोटो आएगा ये देखो. हाँ, नाइस ब्रो, थैंक यू. ओके ओके, 10,000 पर अच्छा फोटो किसका था तो वो तो मैंने आएगा ये देखो. हाँ, എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ. നോക്കി കിട്ടില്ല ഫോട്ടോ, പക്ഷെ ക്ലിയർ അല്ല. സെൽഫി ട്രാൻസ്ഫർ അല്ല. പോട്ടെ, അത് നമ്മൾ 4 ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ സൈഡിൽ വയ്ക്കാത്. നമ്മൾ അണ്ടർപാസിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അണ്ടർപാസ് വഴിയാണ് ഇന്ത്യ ഗേറ്റിന് അവർ കിടക്കാൻ പറ്റുള്ളത്. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ കാണിച്ചു തരാം. ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുറേ വർഷത്തൊരു സ്വപ്നമായിരുന്നു ഇന്ത്യ ഗേറ്റൊക്കെ ഇങ്ങനെ വന്ന് കാണണം എന്നുള്ളത് അല്ലേ. ഇതൊക്കെ ഒരു വേറെ തന്നെ ഫീലാണ് ഗൈസ്. പക്ഷെ എൻ്റെ പോനെ ഭീകര സാധനം കേട്ടോ. നമുക്കിതിൻ്റെ ചുറ്റിനും നടന്നിട്ട് വരാം ഗൈസ്. കുഞ്ചു
ലോട്ട് ഓഫ് ആൾക്കാരുണ്ടോ. മലയാളീസിൻ്റെ 5 കളിയാണ് ഇവിടെ. ഒരുപാട് മലയാളീസിൻ്റെ 5 കളിയാണ് ഗൈസ്. ഞാൻ മലയാളത്തിലാണ് നമ്മൾ വ്ളോഗ് എടുക്കണേ. വേറെ എവിടെ പോയിട്ട് എനിക്ക് മലയാളത്തിൽ ഇങ്ങനെ പബ്ലിക്കിൽ സംസാരിക്കാൻ ചടപ്പുണ്ടാവുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴേ ഫുള്ള് മലയാളീസ്. പണി പാളിയില്ലേ നമ്മ പറയണത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. സീന് ചടപ്പ് സീന്. ഓ ഈ സൈഡിൽ കുറച്ച് വെയിൽ കുറവുണ്ട് കേട്ടോ. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വരുന്ന നല്ലൊരു ഫ്രെയിം കിട്ടും. ഇതിലത്തെ വെള്ളത്തിന് ഒരു കളർ നോക്കിയേ. വെള്ളമൊക്കെ സീനാണ് കേട്ടോ. ഇവിടെ മൊത്തത്തിൽ ഞാൻ ഡൽഹി കുറേ സ്ഥലം അങ്ങോട്ടൊക്കെ ഇറങ്ങിയായിരുന്നു. പക്ഷെ ഒരു സ്ഥലത്തും വൃത്തിയില്ല കൈസ്. എല്ലായിടത്തും ഭയങ്കര വൃത്തികേടാണ്. മൊത്തത്തിൽ വൃത്തികേടിൻ്റെ കേസിൽ സീനാ. ഒരു രക്ഷയില്ല. ഇതിനുള്ളിൽ നൈസായിട്ട് കയ്യും കാലൊക്കെ ഇട്ടിരുന്ന് കളിക്കുക. സെക്യൂരിറ്റി വന്നത് പുള്ളിക്കാരൻ ഓടിച്ചല്ല അതിന്. നല്ല വെയിലാട്ടോ മക്കളെ. ഇതൊക്കെയാണ് ഇന്ത്യ ഗേറ്റിന്റെ വിശേഷങ്ങൾ. ഇതാണ് ഇന്ത്യ ഗേറ്റ്. അപ്പോൾ ഓക്കെ. നമ്മളിത് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. നമ്മൾ നേരെ ഹെഡ് ചെയ്യാൻ പോണത് കുത്തബ് മിനാർ. ഓക്കെ. തിരിച്ചിറങ്ങാനും അതേ വഴി തന്നെ പോകണം കേട്ടോ. അണ്ടർപാസ് വഴി കടന്ന് നമ്മളാണെങ്കിൽ ബൈക്ക് വെച്ചുള്ളൊരു ഗുദാമ സ്പോട്ടിൽ ഇഷ്ടമാണ്. ബൈക്കൊക്കെ അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. ഇവിടെ മൊത്തത്തിൽ കുറേ സ്കാമൊക്കെയാണ് കേട്ടോ. നമ്മളെ ഫോട്ടോ എടുക്കാനൊക്കെ കൊണ്ട് വിളിച്ച് എഴുതിയിട്ട് $30 എന്നൊക്കെ കൊണ്ട് വിളിച്ച് എഴുതി. രാവിലെ നൈസായിട്ട് 17-18 ഫോട്ടോ എടുത്തിട്ട് $500 അതൊക്കെ. അതുകൊണ്ട് ഫോട്ടോ വേണ്ട നമുക്ക്. കാര്യം കഴിച്ചില്ലേ. ആ അത് വേറെ കാര്യം. മല്ലൂസിൻ്റെ അടുത്ത് ഈ വക സ്കാം നടക്കില്ല എന്ന് അവർക്ക് അറിയില്ലല്ലോ. ആ മുഴുവൻ ഫോട്ടോയും നൈസായിട്ട് 100-120 രൂപ എടുത്തിട്ട് നമ്മൾ വാങ്ങിച്ചു. നൈസായിട്ട് ആള് ഒരു സ്കാം. 30 രൂപ മതി ഫോട്ടോ എടുത്തരാം നമുക്ക്. 30 രൂപ അല്ലേ, അതൊരു ബിസിനസ് ട്രിക്കാണത്. 30 രൂപ വെച്ച് നമ്മൾ ഓക്കെ പറഞ്ഞു നോക്കുമ്പോൾ ഒരാളിലോട്ട് ഫോട്ടോ എടുത്തത്. എല്ലാ ഫോട്ടോയും കൊള്ളാട്ടോ. ഞാൻ സൈഡിൽ വയ്ക്കാം ഫോട്ടോസ്. എൻ്റെ ഉണ്ട്, കുഞ്ചുവിൻ്റെ ഉണ്ട്. ഓക്കെ. നമ്മളിവിടുന്ന് ഇറങ്ങാം കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് കുത്തബ് മിനാർ. അവിടെ കുത്തബ് മിനാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. പക്ഷെ അവിടെ മൊത്തം ബ്ലോക്കാ. എങ്ങനെ ഇപ്പോൾ എസ്കേപ്പ് ആവുന്നൊരു പിടുത്തല്ലേ ഈശ്വര. ആകെ 10-15 കിലോമീറ്റർ ഉള്ളൂ. പാണ്ടാറ് ഓടിയെത്താൻ 2 മണിക്കൂറാ. നമ്മൾ ബൈക്ക് കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബൈക്ക് നമ്മളിവിടെ കുത്തബ് മിനാറിൻ്റെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നേരെ കുത്തബ് മിനാർ കാണാൻ പോകും. ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞേ. $30 എന്തോണം ടിക്കറ്റ്. എന്തായാലും നോക്കട്ടെ. എക്സ്ക്യൂസ് മീ. ടിക്കറ്റ് എടുക്കുന്നു കേട്ടോ. ടിക്കറ്റ് ഓൺലൈനിലെടുത്തേ. 35 രൂപ എന്തോണം ടിക്കറ്റ്.
കുത്തബ് മിനാർ. പണ്ട് നോക്കിയേ നമ്മൾ പഠിക്കുമ്പോൾ കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഇതിനെ പറ്റി കേട്ടിട്ടല്ലേ ഉള്ളൂ, കുത്തബ് മിനാർ. അത് നമ്മൾ കാണാൻ പോവാണ് ഗൈസ്. Give me my phone, bro. Gents, നീ ഇതിൽ വെക്കോ. स्टैंड था इसमें क्या? नहीं स्टिक. हाँ ये एलाउ नहीं है, खोल के जब कीजिए. Just wait. हाँ ये तो एलाउ नहीं है. Allowed नहीं है. ये वाला खोल के ये एलाउ है. Hello है. That's camera. How can I shoot without the stick? एक कार्ड भैया मिले तो बोल रहे थे कि मैडम परमिशन ले इनका भी है. कहाँ ध्यान आप लोग अपने लगे पड़े हैं. इनका भी है. हाँ लेके जाते निकालो चलो हाँ बेटी आई സ്റ്റിക്ക് ഇടാൻ ഉപയോഗിക്കാൻ പാടില്ല ഗൈസ്, ക്യാമറ ഉപയോഗിച്ചോന്നു. അച്ഛാ ജാതിതായ മുഷ്ടോ ഗോപ്രോന്റെ സ്റ്റിക്ക് ഉള്ളി കയറ്റാൻ പാടില്ല, നോട്ട് അലൗഡ്. ക്യാമറ അല്ല ഇവിടെ, ക്യാമറയിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന മൈക്ക് അലൗഡ് അല്ല. അത് പറച്ചളയാൻ പറ്റും. ഇപ്പോൾ ഇത് ഏതായാലും ഭയങ്കര എഡ്യൂക്കേഷൻ കൂടിപ്പോയെന്ന് തോന്നുന്നു. ഡോൺ ആക്ച്വലി അല്ലേ കുഞ്ചുവോ? ക്യാമറ എടുത്താൻ പറ്റില്ല. ആ ക്യാമറ അലൗഡ് അല്ല, അതവിടെ ഓക്കെ. അത് ഞാൻ ചോദിച്ചേ വീൽ ചെയർ വിത്തൗട്ട് വീലാണോന്ന്. കാണുന്നു മോനെ സാധനം. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം മല്ലൂസാണ് ഗൈസ്. മൊത്തം മല്ലൂസാണ്, എല്ലാവരും മല്ലൂസാ. സംഭവത്തിന് മുമ്പിൽ ഒരു ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്ത് തരുമോ? ലോട്ട് ഓഫ് ഡിസൈൻ വർക്ക്സ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും. സംഭവം ഭയങ്കര ഹൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അല്ലേ, ജാതി വലിപ്പൊക്കെ ഉണ്ട്. പിന്നെ കുത്തബ് മിനാർ മാത്രമല്ല ഗൈസ്, ഇവിടെ വേറൊരു മിനാർ കൂടി ഉണ്ട്, ഈ ഇൻസൈഡ് ദ കോമ്പൗണ്ട്. ഓക്കെ, സംഭവം സ്ട്രക്ചർ കൊള്ളാം അല്ലേ, കാണാൻ രസമുണ്ട്. പിന്നെ കുറേ നശിച്ചു പോയ മീൻസ് നാശമായി പോയ ബാക്കി അവശിഷ്ടങ്ങൾ എന്നൊക്കെ പറയില്ലേ ബിൽഡിങ്സിൻ്റെ, അതൊക്കെ നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് നന്നായി കാത്തുരക്ഷിക്കുന്നുണ്ട്. ഇവിടുന്ന് നല്ലൊരു വ്യൂ കിട്ടും. ഇവിടെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. കാണാൻ മീൻസ്
വേറൊരു മിനാരം കൂടി ഉണ്ട്. പിന്നെ അതുപോലെ വേറെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഒരു മോസ്ക് ഉണ്ട്, മോസ്ക് പള്ളിയൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ കാണാൻ. ഓക്കെ, കുത്തബ് മിനാർ മാത്രമല്ല, ഇവിടെ നല്ലൊരു വ്യൂ കിട്ടും കുത്തബ് മിനാറിൻ്റെ. നോക്കിയേ, ഈ സ്ട്രക്ചറൊക്കെ നോക്കിയേ നിങ്ങൾ. നോക്കിയേ സെറ്റപ്പില്ലേ. ഇതൊക്കെ തോന്നുന്നു പഴയ ഒരു പള്ളിയാകുന്നുണ്ട് കേട്ടോ. ഐ തിങ്ക് സോ. ഹംദാൻ ഖാൻ. സ്റ്റെപ്പൊക്കെ കൊണ്ടുള്ള അതിനുള്ളിലേക്ക് പഴയ വിലയങ്കുന്ന് കളിയാ. അതെ, വിലയങ്കുന്ന് കളി. ഇവിടെയൊക്കെ ഫുൾ കപ്പിൾസാണ് ഗൈസ്. വിലയങ്കുന്ന് കളിയാണ് ഇവിടെ. വിലയങ്കുന്ന് നമ്മളിതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടോ. കുത്തബ് മിനാരം കണ്ട് ഇപ്പോൾ പള്ളി കണ്ടു കേട്ടോ. നമ്മളിനി ഇവിടുന്ന് നല്ല വീണ്ടും കുത്തബ് മിനാറിന് മുന്നിലേക്ക് പോകണം. ഓക്കെ, ഇവിടെ ഫുള്ള് മഡേറിയൻ കളികളാണ്. ഓരോ ഗ്യാപ്പിൽ ഓരോരുത്തരാ. നമ്മളിവിടുന്ന് ഇറങ്ങണ്ടോ. ബാക്കിൽ കാണുന്നതാണ് കുത്തബ് മിനാർ ഗൈസ്. നമ്മൾ കുത്തബ് മിനാറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങാനാണ്. ഓക്കെ, ഇവിടെ മുഴുവൻ മലയാളീസാണ് ഗൈസ്. മലയാളത്തിൽ വ്ളോഗ് ചെയ്യാൻ തന്നെ ചടപ്പാവും. ഇത്ര ദിവസം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇത്ര ദിവസം ഈ ഇന്ത്യ ഗേറ്റ് കുത്തബ് മിനാർ വന്നിട്ടാണ് ഞാൻ ഇത്രയും മലയാളീസിനെ മീറ്റ് ചെയ്തിട്ടുള്ളത് ഈ ട്രിപ്പിൽ ഗൈസ്. നമ്മളെന്ത് ഹായ് ഗായ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു എല്ലാവരും നോക്കും കിട്ടും. അപ്പോൾ ചടപ്പാണല്ലോ. ആ ചടപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ ലോട്ട് ഓഫ് മലയാളീസ് ഹിയർ. ഇതൊക്കെയാണ് കുത്തബ് മിനാറിൻ്റെയും നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെയും വീഡിയോസ് ഇട്ടാ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇതിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതെന്താ ക്യാമറ ഇങ്ങനെ പിടിച്ചില്ല വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കർമാർ വാങ്ങി വെച്ചു. നിങ്ങൾ കണ്ടായിരുന്നല്ലോ. എനിക്കറിയില്ല ഇവിടുത്തെ നിയമം എന്താണെന്നുള്ളത്. അത് ഞാൻ ചോദിച്ചത്. വീലിലാണ്ടാണോ ചേട്ടാ കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർക്ക് അതിന് ആൻസറില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ഉണ്ടെന്നുള്ള ആൾ പറയണേ. നോക്കാം, ശരി കേട്ടോ. നല്ലൊരു വ്യൂ ഉണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ നിന്ന് വിടാം. സ്റ്റിക്ക് വാങ്ങിക്കട്ടെ. അത് പിന്നെ എക്സ്ക്യൂസ് മീ. ഓക്കെ, ഫുൾ ചൊറയാണ് ഇവിടെ. വെരി ബാഡാണ്, വെരി ബാഡ്. ഇവിടുത്തെ സെക്യൂരിറ്റിസ്റ്റാണ് ഞാൻ പറഞ്ഞത് വെരി ബാഡാണെന്ന്. കുറെ പേര് അവരുടെയൊക്കെ പിടിച്ചു നിർത്തുന്നുണ്ട്. എവിടെയും പിടിക്കാൻ നമ്മൾ സമ്മതിക്കണില്ല. ഇനി നമ്മൾ പുറത്തിറങ്ങി ഗൈസ്, വണ്ടിയുടെ ഇടയ്ക്ക് പോട്ടെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കുത്തബ് മിനാറിൻ്റെയും ഇന്ത്യ ഗേറ്റിൻ്റെയും വീഡിയോസ്. ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.